സ്റ്റാർട്ട് ചെയ്യാം. സുനിൽ സാറെ തുടങ്ങുന്നുണ്ട്. എന്നാല് ഓക്കെ ആണല്ലോ? വിൻസെന്റ് സാർ, മുരളീധരൻ സാർ, ഇന്ദിര മാം. അപ്പോ ഒരുപാട് നന്ദി. പിന്നെ വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ബുക്ക് സീക്രട്ട് എന്റെ ഒരുപാട് കാലത്തെ, കാരണം ഈ പുസ്തകം കിട്ടിയിട്ട് കുറെ കാലമായെങ്കിലും ഇത് ഒരിക്കലും നല്ല ബുക്കാണ്. പക്ഷെങ്കിൽ റിവ്യൂ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴേ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ശരിക്കും പഠനം നടത്തുള്ളൂ. ഇപ്പോ റോണ്ട ബൈൻ എന്ന് പറയുന്ന ഒരു മഹത്തായ, കാരണം ഇത് ഈ ഒരു പുസ്തകം നമ്മളുടെ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ ശരിക്കും പറഞ്ഞാല് വലിയൊരു മാറ്റം സൃഷ്ടിച്ച ഒരു പുസ്തകമാണെന്ന് പറയാം. നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തെ നന്നായിട്ട് എല്ലാവരിലേക്കും എത്തിച്ച ഒരു പുസ്തകമാണ് സീക്രട്ട്. അതിന്റെ സെക്കൻഡ് ആയിട്ട് മാജിക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മഹത്തായ രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ, പക്ഷെ അത് അത്രത്തോളം ഈ സീക്രട്ട് മാജിക്കിന്റെ അത്രത്തോളം അങ്ങ് എത്തിയോ എന്നുള്ളത് നോക്കുമ്പോൾ സംശയമാണ്. കാരണം ഇതാണ് സീക്രട്ട് ആണ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ടാക്സിന്റെ അല്ലെങ്കിൽ ലോന്റെ ഒക്കെ ഭാഷ പറയുകയാണെങ്കിൽ സീക്രട്ട് എന്ന് പറയുന്നത് ആക്ട് ആണെങ്കിൽ മാജിക് എന്ന് പറയുന്നത് റൂൾ ആണ്. കാരണം അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് മാജിക് നമ്മളോട് പറയുന്നത്. സീക്രട്ട് ഇന്നതൊക്കെയാണ് സംഭവം എന്ന് നമ്മളോട് പറയുന്നു. മാജിക് അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മളോട് ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ബുക്കാണ് മാജിക് എന്ന് പറയുന്ന ഒരു പുസ്തകം. തീർച്ചയായിട്ടും ഇത് രണ്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. സീക്രട്ട് ആൻഡ് മാജിക് എന്ന് പറയുന്ന രണ്ട് പുസ്തകവും വായിച്ചിരിക്കേണ്ട വളരെ മനോഹരമായ പുസ്തകമാണ്. റോണ്ട ബൈൻ ഇതില് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കാരണം ജീവിതത്തിൽ വല്ലാതെ ഒരു നിരാശ നേരിട്ടപ്പോ, ജീവിതം ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള വളരെ ഡിസപ്പോയിന്റഡ് ആയപ്പോ അവരുടെ മകൾ ഒരു പുസ്തകം റോണ്ട ബൈന് കൊടുക്കുകയും ആ പുസ്തകം വഴിയാണ് ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യം തേടി ആസ്ട്രേലിയയിൽ നിന്ന് US പോവുകയും ഒരുപാട് ഗുരുക്കന്മാരെ കാണുകയും, റോണ്ട ബൈൻ തന്നെ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, ഈ രഹസ്യം തിരിച്ചറിഞ്ഞവരെ മനസ്സിലാക്കിയപ്പോൾ ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ സയന്റിസ്റ്റായ ഐൻസ്റ്റീൻ, അങ്ങനെ വളരെ അബ്രഹാം ലിങ്കൺ, അങ്ങനെ വളരെ പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും ഈ ഒരു രഹസ്യം മനസ്സിലാക്കിയവരാണ് എന്ന് റോണ്ട ബൈൻ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ചാപ്റ്ററുകൾ എന്ന് പറയുമ്പോൾ ഒരു 200 പേജുള്ള ബുക്കാണ്. അത്ര വലിയ ബുക്കൊന്നുമല്ല, 200 പേജുള്ള ബുക്കാണ്. അതിൽ ആദ്യമായി പറയുന്ന രഹസ്യം വെളിപ്പെടുത്തുന്നു എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ. പിന്നീട് രഹസ്യം ലളിതമാക്കപ്പെടുന്നു, പിന്നെ രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ, സുശക്തമായ പ്രക്രിയ, ധനത്തിലേക്കുള്ള രഹസ്യം, ബന്ധങ്ങൾക്കുള്ള രഹസ്യം, ആരോഗ്യത്തിനുള്ള രഹസ്യം, ലോകത്തിനുള്ള രഹസ്യം, നിങ്ങൾക്കുള്ള രഹസ്യം, ജീവിതത്തിനുള്ള രഹസ്യം എന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ജീവചരിത്രങ്ങളും കൂടി പറഞ്ഞുകൊണ്ടാണ് റോണ്ട ബൈൻ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും ആദ്യമായി പറയുന്ന ചാപ്റ്ററിൽ രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റോണ്ട ബൈൻ നമ്മളോട് സംസാരിക്കുന്നത് ആകർഷണ നിയമത്തെ പറ്റിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന വളരെ പ്രമുഖമായ, എല്ലാവരിലും അത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രഹസ്യം വെളിപ്പെടുത്തുന്നു എന്നുള്ള ചാപ്റ്റർ വഴി റോണ്ട ബൈൻ നമ്മളിലേക്ക് എത്തുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് രഹസ്യം എന്നുള്ളതിന്റെ ചോദ്യത്തോടു കൂടിയാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിൽ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ബിംബങ്ങൾ കാരണമാണ് അവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾ, അതിനെയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. നമുക്ക് തന്നെ പലപ്പോഴും നമ്മളെ ലൈഫിലേക്ക് നോക്കിയാല് നമുക്ക് മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ്. ചിലവരൊക്കെ നമുക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാകും അല്ലെ, അവർ എപ്പോഴും ദാരിദ്ര്യത്തെ പറ്റിയും, അല്ലെങ്കിൽ നിനക്ക് രാവിലെ തന്നെ നമ്മൾ കുറച്ചാളോട് പറയുന്നു എനിക്ക് സുഖമില്ല എന്ന് ഒരു 5 ആളോട് പറഞ്ഞാല് നമ്മൾ നല്ല ഹെൽത്തി ആണെങ്കിലും നമുക്കൊരു ഞാൻ പറയുന്നത് ഇപ്പം ഇന്ദിര മാഡം, സുനിൽ സാറ്, വിൻസെന്റ് സാറോടൊക്കെ ഞാൻ പറയുന്നത്, ചുമ്മാ ഞാൻ പറയുന്നത് എനിക്ക് എന്തോ ഇന്ന് വയ്യാന്ന് തോന്നുന്നു, ഒരു മടീന്റെ ലക്ഷണമായിട്ട് പറയുന്നതാണെന്ന് കരുത്. ഞാനിതൊരു 5 ആളോട് പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്കെന്ത് ഫീൽ ചെയ്യാൻ തുടങ്ങും, എനിക്ക് ചെറിയൊരു തലവേദനയും ഇതൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ആരാണ് ഇത്, ഈ ഒരു ശക്തി ആരാണ് അയച്ചത്? ഞാൻ തന്നെയാണ് അയച്ചത് പ്രപഞ്ചത്തിലേക്ക്. എന്താ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചെന്തോ പിന്നെ നെറ്റിന്റെ ഇഷ്യൂ ആയിട്ട് എന്തോ കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടില്ലേ നമ്മള്? പിന്നെ എല്ലാവരോടും പറയുന്ന ഒരു കുറച്ച് ആൾക്കാരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കിന്ന് ചുമ്മാ പറയുന്നതാണെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണവും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? അപ്പോ പറയുന്നു നമ്മൾ തന്നെയാണ് ഈ ഒരു തരംഗത്തെ പുറപ്പെടുവിച്ചത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നു, ചുമ്മാ നമ്മൾ പറയുന്നു, അത് നമ്മളുടേക്ക് തന്നെ എത്തുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ശക്തിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടതാണ് നമ്മളുടെ ചിന്തകൾ, വാക്കുകൾ. പറയൂ സാർ. ചിന്തകൾ വാക്കുകളായും, വാക്കുകൾ പിന്നെ പ്രവർത്തികളായും, പ്രവർത്തികളാണ് നമ്മളുടെ ജീവിതം, നമ്മളുടെ ഡെസ്റ്റിനിയൊക്കെ നിശ്ചയിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ചിന്തകളെ നമ്മളെ നന്നാക്കണം എന്ന് ആദ്യം തന്നെ റോണ്ട ബൈൻ പറയുന്നു. കാരണം നിങ്ങളുടെ ചിന്തകളാണ് ആകർഷണ നിയമപ്രകാരം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വരുന്നതെല്ലാം നിങ്ങൾ ആകർഷിച്ചവയാണ് എന്ന് നമ്മളോട് പറയുന്നു. പിന്നീട് പറയുന്നത് ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കും എന്ന് പറയുന്നു. അത് നമുക്ക് തന്നെ മനസ്സിലാകും. ഒരേപോലുള്ളവ, അതായത് നമ്മൾ ഏത് ചിന്തകളാണോ നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ഇപ്പൊ രാവിലെ തന്നെ ഞാൻ എണീച്ച ഉടനെ തന്നെ ഇന്ന് വളരെ കഷ്ടം, ഇന്ന് മറ്റേ അവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ ഒന്നും വേണ്ട, പിന്നെ നമ്മള് വീട്ടിൽ നിന്നൊക്കെ നമ്മളൊരു എന്തെങ്കിലും ചെറിയ പ്രശ്നമാക്കിയിട്ടൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നത് എന്ന് കരുതും. പിന്നെ ഇപ്പം ഭാര്യയോട് വഴക്കിട്ടിട്ട്, അല്ലെങ്കിൽ മക്കളോട് ചുമ്മാ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമാക്കിയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്ന് കഷ്ടപ്പാടുകളുടെയും പ്രശ്നങ്ങളുടെയും ഒരു അകമ്പടി തന്നെ ആകാറുണ്ട് പലപ്പോഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേപോലെയുള്ളവ. അതേ അവസരം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര, അതായത് പിന്നെ വളരെ മനോഹരമായ ഒരു ദിവസമാണ്. കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് എന്ത് വന്നു ചേരും? ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കും. അതായത് ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കും എന്ന് പറയുന്നു. ഇതൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ ദിവസങ്ങളെ തന്നെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ദിവസം തുടങ്ങുന്നത്, രാവിലെ കച്ചറയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതിയാകും. ചില ദുഷിച്ച ചിന്തകൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും വെറുപ്പ്, വിദ്വേഷം, അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് നെഗറ്റീവ് തോട്ടുകളുടെ ഒരു പ്രവാഹം തന്നെ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ തന്നെ പിന്നെ ചിന്തിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ നിരന്തരമായിട്ട് പ്രപഞ്ചത്തിലേക്ക്, പ്രകൃതിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മോശം ചിന്തകളും, ഒരുപാട് ആളെ ദേഷ്യം പിടിപ്പിക്കലും ചീത്ത പറയലും ഒക്കെ ആണ് സംഭവിക്കുന്നത് എങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ ഒരുപോലുള്ളവ പരസ്പരം ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അത് നമ്മൾ തന്നെ ഈ ഒരു പുസ്തകത്തില് പറയുന്നത് ചിലപ്പോൾ ഇതൊന്നും നമ്മൾക്ക് പുതിയതായിട്ടൊന്നും പഠിപ്പിച്ചു തരുന്നില്ല. ഇത് നമ്മളോട് പറയുന്നത് നമ്മൾ തന്നെ ഒന്ന് നമ്മളിലേക്ക് ഒബ്സർവ് ചെയ്താൽ, ഈ ഒരു പുസ്തകവും വായിച്ചിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദി എന്നുള്ള വളരെ മഹത്തരമായ ഒരു സത്യം നമുക്ക് മനസ്സിലാകും. അപ്പൊ ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. തോന്നിയിട്ടില്ലേ? അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ? ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കില്ല. അങ്ങനെ ഒരു മോശം ചിന്തകളുമായിട്ടാണ് നമ്മൾ ദിവസങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ പിന്നെ നമ്മളിലേക്ക് നിരന്തരമായിട്ട് പിന്നെ അങ്ങനെ ആ ചിന്തകളുടെ ഒരു എന്താ പറയാ, പിന്നെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ പിന്നെ വണ്ടി പിടിച്ചിട്ട് വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേ അവസരം നമ്മൾ നല്ല ചിന്തകൾ, ഒരുപാട് ആളെ ഒന്നും വേണ്ട, പിന്നെ നമ്മള് നന്നായിട്ട് രണ്ടാളോട് സംസാരിക്കുന്ന, പിന്നെ ഭാര്യയോട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തരുമ്പോ പിന്നെ നല്ല വളരെ മനോഹരമായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പോസിറ്റിവിറ്റിയോടെയാണ് നമ്മൾ ദിവസങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ അന്ന് നടക്കും. അതൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് തന്നെ ഈ ഒരു പിന്നെ എക്സ്പീരിയൻസ്? അതായത് ഈ രണ്ട് ഇതും നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ, പിന്നെ ഒന്ന് മോശം
ചിന്തകളോടെയാണ് ഒരു ദിവസം തുടങ്ങുമ്പോൾ അന്ന് എൻഡ് ഓഫ് ദ ഡേ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നും നല്ല ചിന്തകളോടുകൂടി എല്ലാവരെയും ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യുക. മകനെ അല്ലെങ്കിൽ മകൾ അവരെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരൊന്ന് അപ്രിസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡേ തുടങ്ങുന്നതെങ്കിൽ അന്ന് ഓഫീസിൽ പോയാലും നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? സുനിൽ സാർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ലൈക്ക് പോൾസ് പരസ്പരം ഒരേ തരത്തിലുള്ള പോളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു സയന്റിഫിക് തോട്ട് മനസ്സിലുള്ളത് കൊണ്ട് പലപ്പോഴും ഇത് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ അനുഭവങ്ങളിലൂടെ നമ്മളൊരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂഡ് ഓഫ് ആണെങ്കിൽ അന്ന് ചിലപ്പോൾ നമ്മുടെ ബോസ് നമ്മളോട് തട്ടിക്കയറും. നമ്മൾ ചെയ്ത കാര്യത്തിൽ ചെയ്യാത്ത കാര്യത്തിൽ നമുക്ക് പഴി കേൾക്കേണ്ടിയൊക്കെ വരാറുണ്ട്. പക്ഷെ അത് ഇതിന്റെ ഒരു എന്താ പറയുക, സയന്റിഫിക് രീതിയിൽ ചിന്തിക്കുമ്പോൾ അതങ്ങനെ അറിയാം, എല്ലാ ദിവസവും അങ്ങനെ വരാറില്ല എന്നുള്ളതാണ് എന്റെ കാര്യം. അതെ അത് കറക്റ്റ് ആണ്. കാരണം ഇതിൽ തന്നെ ഈ പുസ്തകത്തിൽ തന്നെ പിന്നീടുള്ള ഇതിൽ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് വരണമെന്നും ഇല്ല. നമ്മളിപ്പോ ഒരു കാര്യം ചിന്തിച്ചാല് നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ അതിന്റെ റിയാക്ഷൻ ഇത് കിട്ടണം എന്നില്ല. അത് ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വേറെ ഒരു എക്സാമ്പിൾ കൂടെ പറയട്ടെ, വേറെ അനുഭവം പറയാം. ഡോക്ടർ ബി പി വിജയൻ സാറിന്റെ ഒരു ക്ലാസ് കമ്പനിയുടെ ഒഫീഷ്യൽ ഭാഗമായിട്ട് പങ്കെടുത്തു. ഓക്കെ, അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് ശേഷം ഒരു മിനിറ്റ് സാറേ, ആരോ അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. വേറെ ആരെങ്കിലും കോ ഹോസ്റ്റ് ആയിക്കോളൂ, അപ്പൊ ഞങ്ങൾ നോക്കിക്കോളാം. സാറിന്റെ ആ ഒരു ഫ്ലോ തടസ്സപ്പെട്ടില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അതിൽ കിട്ടിയ കുറച്ച് ഇൻപുട്ട് വെച്ചിട്ട് ഒരു സ്ഥലം വാങ്ങുന്ന കാര്യമായിരുന്നു വീട്ടില്. പക്ഷെ അത് വില ഒക്കുന്നില്ലായിരുന്നു. നമ്മൾ പറയുന്ന വിലയേക്കാളും കൂടുതലാണ് വിൽക്കുന്ന ആള് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേൽമേറ്റിൽ നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആ ഒരു തുടക്കത്തിൽ കിട്ടിയതല്ലേ, ആ രീതിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടാണോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഏതാണ്ട് നമ്മൾ വിചാരിച്ച വിലയുടെ അടുത്ത് തന്നെ ഒരു 2-3 മാസത്തിനകം അത് നമ്മുടെ കയ്യിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. അത് കിട്ടി. അപ്പൊ ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൊരു പുതുമ ആയതുകൊണ്ട് അത് എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു സുനിൽ സാർ. പിന്നീട് റോണ്ടാബോയ് നമ്മളോട് പറയുന്നത് തിന്മയ്ക്ക് പകരം നമ്മൾ നന്മയെ ആകർഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും അറിയാം, നമ്മൾ ഈ ഒരു ഇത് കേട്ടിട്ടുണ്ട്, ദരിദ്രർ എപ്പോഴും ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു, അല്ലെ, സമ്പന്നർ എന്നും സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പഴമൊഴി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. റിയാലിറ്റി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയാറ്, എന്റെ സൂക്കേട് മാറട്ടെ, അല്ലെങ്കിൽ എന്റെ ദാരിദ്ര്യം മാറട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയില്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് ഈ ചങ്ങായിക്ക് ദാരിദ്ര്യം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമ്മൾ എന്താണോ നമ്മൾ പറയുന്നത് അത് മാത്രം നമ്മൾ വേണ്ട ഇതൊന്നും നോക്കുന്നില്ല. എനിക്ക് സൂക്കേടൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അപ്പൊ അത് സബ് കോൺഷ്യസ് മൈൻഡിന് ചിന്തിക്കുന്നത് ഈ ഇയാൾക്ക് എന്തോ സൂക്കേടിന് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് ചിന്തിക്കുന്നത്. അതിന് പകരം ഞാൻ ആരോഗ്യവാനായിരിക്കുന്നു, ഞാൻ സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു നെഗറ്റീവ് ഫീലിങ്സുകൾ വരുമ്പോൾ നമ്മൾ പോസിറ്റീവോടെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അല്ലാതെ തിന്മയ്ക്ക് പകരം നമ്മൾ ആ ഒരു ഏരിയയിൽ നന്മയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ നന്മ, സമൃദ്ധി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും അമ്പലത്തിലും അവിടെയൊക്കെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറ്, എന്റെ ദാരിദ്ര്യം മാറണമേ, എന്റെ സൂക്കേടുകൾ മാറണമേ, എന്റെ അസുഖം ഭേദമാകണമേ, അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷെ അതിന് പകരം ഞാൻ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമൃദ്ധിയിലേക്ക് ആകർഷിക്കപ്പെടും, അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് പറയുന്നു. തീർച്ചയായും നമുക്കറിയാം, ഞാൻ പല ക്ലാസ്സുകളിലും ചോദിച്ചത് തന്നെയാണ്, സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഭയങ്കര സുഖമാണ്, സന്തോഷമാണ് എന്നൊക്കെ പറയാൻ നമുക്ക് പേടിയാണ്. ആരെങ്കിലും കണ്ടുകൊള്ളുമോ എന്നൊക്കെയുള്ള ഭയമാണ്. നമ്മൾ പലപ്പോഴും പറയാറ് ഇങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ. നമുക്ക് എപ്പോഴും താല്പര്യം നമ്മളുടെ വിഷമങ്ങൾ, അത് ദൈവങ്ങളുടെ മുമ്പിലായാൽ പോലും നമ്മളുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ പറയാനാണ് നമുക്ക് താല്പര്യം. ഇത് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം പറയുന്നത്, നിങ്ങൾ എന്താണോ
നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പ്രകൃതി എടുക്കും. അതാണ് നിങ്ങളിലേക്ക് തിരിച്ച് പ്രകൃതി തരിക എന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും സൂക്കേടൊക്കെ വരുമ്പോൾ ഞാൻ ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഞാൻ സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്റെ ദാരിദ്ര്യം മാറ്റട്ടെ എന്നല്ല പറയേണ്ടത്. ഞാൻ സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പോസിറ്റീവ് ചിന്തയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ഗ്രാജുവലി നമ്മളിലേക്ക് എന്ത് വരും? നമ്മളിലേക്ക് ആ സമ്പന്നതയും ആരോഗ്യവും ഒക്കെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് റോണ്ടാബായ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്ലിയർ അല്ല? ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന് പറയുന്നതിൽ ജെഫ് കെല്ലറും നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് എങ്കിൽ അത് നമ്മളിലേക്ക് പോസിറ്റിവിറ്റീസ് കൊണ്ടുവരും എന്ന് ജെഫ് കെല്ലർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ മോഹൻദാസ് സാർ? അങ്ങനെയൊക്കെയല്ലേ പറയാറ്? നെഗറ്റിവിറ്റി പറയാറില്ലല്ലോ. ഓക്കെ. അപ്പോ പിന്നീട് ഒന്നുകൂടെ ആഡ് ചെയ്തോട്ടെ സാറേ? പറയൂ സാർ. അതിനകത്ത് ഞാൻ ബുക്ക് എന്റെ കയ്യിലില്ല, ഞാൻ ഓർമ്മയെന്ന് പറയാം. നമ്മളെല്ലാം ട്രാൻസ്മിഷൻ ടവർ ആണെന്നും അതെ ഏത് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഉള്ളത് ചെയ്യുന്നത് അതനുസരിച്ച് തിരിച്ചും നമ്മളുടെ മനസ്സിന്റെ ഫ്രീക്വൻസി മറ്റേ പോസിറ്റീവ് ഫ്രീക്വൻസി ഉള്ള നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെയാണ്. ആ കറക്റ്റ് ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് അനുഭവങ്ങളും ചിന്തകളും വരാൻ സാധ്യതയുണ്ട്. അത് പറയുന്നുണ്ടെന്ന് എന്റെ ഓർമ്മ. അതെ ആ ടവർ അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഓരോ ചിന്തകൾക്കും ഒരു ദൈർഘ്യമുണ്ട്. നമ്മുടെ ഫിസിക്സ് ഒക്കെ പറഞ്ഞ പോലെ ആ ദൈർഘ്യത്തെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അത് നെക്സ്റ്റിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി എന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. കാരണം നമ്മളെ മൈൻഡിന് അത് നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. നമ്മളെ മനസ്സിന് അപാരമായ ശക്തി ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ പലപ്പോഴും നമ്മളുടെ മനസ്സിന്റെ ശക്തിയെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഇതാണ്. കാരണം ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം തത്വമസി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറയുന്നത് ഞാൻ നിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുമ്പോഴും ഈ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ മനസ്സിനെയാണ് ശക്തി. എന്ത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എന്റെ മനസ്സിനെ ഞാൻ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എനിക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോ എന്റെ മനസ്സിനെയാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് അല്ലെ. നീ തന്നെ നിന്നെ ഉയർത്തണം, വേറെ ആരും വന്നിട്ട് ഉയർത്തൂല, നീ തന്നെയാണ് നിന്നെ ഉയർത്തേണ്ടത് എന്ന് ഭഗവത്ഗീതയും നമ്മളോട് പറയുന്നു. അപ്പൊ അത് തന്നെയാണ് റോണ്ടാബോയിനും നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും പവർഫുൾ ആയ ഒരു സംഭവം. അതായത് നിങ്ങളുടെ നല്ല ചിന്തകളെല്ലാം അതിശക്തമാണെന്നും നിഷേധ ചിന്തകൾ ദുർബലമാണെന്നും പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കാൻ പറയുന്നു. അതായത് നിങ്ങളുടെ നല്ല ചിന്തകളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ, മോശം ചിന്തകളൊക്കെ ദുർബലമാണെന്നും പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കാൻ റോണ്ടാബോയ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ പോസിറ്റീവ് കമ്മ്യൂൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പലപ്പോഴും ഈ നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ കൂടുതൽ ഭരിക്കാറ് എന്നുള്ളതാണ് സത്യം. കാരണം ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിന്റെ അഡിക്റ്റ് അങ്ങനെ പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കലും ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളുടെ മനസ്സിന്റെ മേലെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളുടെ കൺട്രോളിങ് നമ്മളുടെ കൈമേലാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയവരാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായത്. അല്ലായെങ്കിൽ ചിന്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ മോശം ചിന്തകൾ നമ്മളെ കയറി ആക്രമിക്കുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ഒരു വിക്ടിം നമ്മളിങ്ങനെ ഇതെന്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാറാണ് പലപ്പോഴും പതിവ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ശക്തിയെ ഉപയോഗിക്കാൻ റോണ്ടാബോയ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സാണ് പവർഫുൾ. ആ മൈൻഡ് പലരും നമുക്കറിയാം പല ലക്ഷ്യങ്ങളും ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് എന്തുകൊണ്ട് അവർക്ക് അത് ഫുൾഫിൽ ആവുന്നില്ല എന്നുള്ളത് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാകുന്നത് അവരുടെ മനസ്സ് ആ ലക്ഷ്യം ഇപ്പം സുനിൽ സാറ് നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു തരംഗ ദൈർഘ്യം മൈൻഡിന്റെ ആ പവർ അത്രത്തോളം ഉയരാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്താക്കിയിട്ടുള്ളത് മനസ്സിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടുള്ളത് എന്ന് പറയുന്നു. മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏതൊക്കെ മാർഗങ്ങൾ നമുക്കറിയാം. ഈ പുസ്തകത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും പിന്നീട് റോണ്ടാബോയ് അത് പറയുന്നുണ്ട്. ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ മനസ്സിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ പറ്റുക എന്ന് പറയുകയാണെങ്കിൽ, ഇന്ററാക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നന്നായിരിക്കും.
കാരണം ഒന്ന് നമ്മള് ഇപ്പം അപ്രിസിയേറ്റ് ചെയ്യും. അഫർമേഷൻ നല്ലൊരു സംഭവമാണ്. രാവിലെ തന്നെ മെഡിറ്റേഷനും മൈൻഡിന്റെ ശക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നീട് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ഇതൊക്കെ നമ്മളുടെ മനസ്സിന്റെ, അതേപോലെ തന്നെ നമ്മള് ഇപ്പം മോഹൻദാസ് സാറ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാളിയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് അവരെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം അവരുടെ പോസിറ്റിവിറ്റി നമ്മൾ കാണാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളെ മനസ്സിന്റെ ശക്തി എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഓട്ടോമാറ്റിക്കലി വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിന്റെ ശക്തി കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ മനസ്സിന്റെ പവർ കുറയുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രാണൻ കൂടുമ്പോഴാണ് നമുക്ക് സന്തോഷം എപ്പോ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലെ പ്രാണൻ കൂടുമ്പോൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ചില വെജിറ്റബിൾസും അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നത് അത് നമ്മളിലേക്ക് പ്രാണൻ വരുന്നതുകൊണ്ടാണ്. ഇപ്പൊ ചിക്കൻ കഴിക്കാൻ നല്ല സുഖമാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലായ്മയും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറില്ലേ? ചിക്കൻ കഴിക്കാൻ നല്ല രസമാണെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു ക്ഷീണമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. വെജിറ്റബിൾ കഴിച്ച് ആ ഒരു സുഖം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അതിനർത്ഥം അതിൽ അത്രയും പ്രാണൻ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമുക്കൊരു ക്ഷീണവും അല്ലെങ്കിൽ ഒരു ഉറങ്ങാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഒക്കെ നമുക്ക് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ശക്തി കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മൈൻഡിന്റെ പവർ കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം നമ്മള് എപ്പോഴും പരാതി പറയാം, നെഗറ്റീവ് തോട്ട്സ്, നമ്മളുടെ പെസിമിസ്റ്റ്, അത് ഇതാകും. പിന്നെ എപ്പോഴും ഞാൻ കുറ്റും കുറവും അതൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവില്ല, ആത്മവിശ്വാസമില്ലായ്മ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എന്തുണ്ടാകും? നമ്മളെ മനസ്സിന്റെ ശക്തിനെ കുറക്കും എന്നാണ് പറയുന്നത്. അപ്പൊ റോണ്ടാബൈൻ ഇതിൽ പറയുന്നത്, ആകർഷണ നിയമം നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ സുനിൽ സാർ നേരത്തെ പറഞ്ഞോളൂ, നമ്മുടെ തോട്ടിന്റെ ആ തരംഗ ദൈർഘ്യം നമ്മൾ കൂട്ടണം. അത് കൂട്ടാൻ നമുക്ക് നല്ല മെഡിറ്റേഷൻസുകൾ, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ബുക്കുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അത് മനസ്സിന്റെ ശക്തി എന്നുള്ളതിന്റെ അടുക്ക് ഞാനിത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ വേണ്ടി റോണ്ടാബൈൻ ഇതിൽ 1-ാമത്തെ ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ മൈൻഡിന്റെ പവറും കൂടി കൂട്ടാനാണ് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഓരോ ചാപ്റ്ററുകൾ തീരുമ്പോഴും നമ്മളുടെ ബ്രിയാൻ ട്രേസിന്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് പോലെ അതിന്റെ ലാസ്റ്റ് ആ ഒരു അധ്യായത്തിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആ ചാപ്റ്റർ വായിച്ചതിന്റെ ഒരു ഗുണം കിട്ടും. എന്താണ് 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതും ഈ ഒരു പുസ്തകത്തിന്റെ ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു. രണ്ടാമത്, റോണ്ടാബൈൻ 2-ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് രഹസ്യം ലളിതമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സീക്രട്ട് റിവീൽ ചെയ്യുന്നു. എന്താണ് രഹസ്യം എന്നുള്ളത് പറയുന്നു എന്നുള്ളതാണ് 2-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇതില് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് എന്ത് നമ്മെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രസാദമാണ് നമ്മളെ വികാര ശ്ലോകങ്ങൾ. നമുക്ക് എന്തെങ്കിലും നമ്മളില് നല്ല ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ആനന്ദം, അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ഇമോഷൻസ് ആണ് നമ്മളിൽ കൂടുതൽ. അപ്പൊ അത് ഈ പുസ്തകത്തിൽ റോണ്ടാബൈൻ പറയുന്നത്, നമ്മളിലൊരു ഹാപ്പിനെസ്, നമുക്ക് നല്ലൊരു സുഖാനുഭൂതിയൊക്കെ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്, നീ നല്ല ചിന്തകളിലൂടെയാണ് പോകുന്നത് എന്ന്. അതായത് ഈ ചിന്ത നിനക്ക് നല്ലതാണ്, അല്ലാതെ നീ നല്ലൊരു ഫീലിങ്സ്, നല്ല ചിന്തയാണ് നീ വെച്ച് പുലർത്തുന്നത് എന്നുള്ളതിന് പ്രപഞ്ചം തരുന്ന ഒരു മുന്നറിയിപ്പാണ്. നമുക്ക് മോശം നമ്മളുടെ വികാരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു മോശം ദുഷിച്ച വികാരങ്ങളാണ് നമുക്ക് തോന്നുന്നത് എങ്കിൽ അതില് പ്രപഞ്ചം നമ്മളോട് പറയുന്നത്, നിന്റെ ചിന്തകൾ നീ മാറ്റേണ്ട സമയമായിരിക്കുന്നു. നീ ഇപ്പം അത് പ്രകൃതി അല്ലെങ്കിൽ അത് തരുന്ന ഒരു സൂചനയാണെന്ന് റോണ്ടാബൈൻ നമ്മളോട് പറയും. നമുക്ക് അറിയില്ല, ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനിപ്പോ നല്ല ചിന്തയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ നല്ല മോശം ചിന്തയിലാണോ പോകുന്നത് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് പ്രപഞ്ചം നമ്മളെ അറിയിക്കുന്നത്, നിങ്ങൾക്ക് മോശം വികാരങ്ങളാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങൾ പോകുന്നത് ദുഷിച്ച ചിന്തകളിലൂടെയാണ്. നിങ്ങളിലേക്ക് നല്ല വിചാരങ്ങൾ അല്ലെങ്കിൽ നല്ല വികാരങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾ പോകുന്നത് നല്ല ചിന്തകളിലൂടെയാണ്. അപ്പൊ അത് മോശം ഫീലിങ്ങുകളൊക്കെ, വികാരങ്ങളൊക്കെ വരുമ്പോൾ ഒരു മുന്നറിയിപ്പാണെന്ന് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ മോശം വികാരങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നല്ല എന്തെങ്കിലും, ഒരു നല്ല പാട്ട് കേൾക്കാം, അല്ലെ നല്ല പുസ്തകം. നമ്മളെ ദിനേശ് ശങ്കരൻ സാറിന്റെ ഒക്കെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്, നല്ലത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടണം, അല്ലെ? മോശം കിട്ടുന്നത് പോലെ അത്ര ഈസി അല്ല
നല്ലതിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെടണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക് വരുന്ന വഴി ഒരു 40 കിലോമീറ്ററിൽ ഒരുപാട് ചായ ഷോപ്പുകൾ കാണാം, ബാറുകൾ കാണാം, കള്ള് ഷാപ്പുകളൊക്കെ കാണാം. പക്ഷേ ഒരു വായനശാല കണ്ടുകിട്ടാൻ വളരെ പാടാണ്. കാരണം മോശം പ്രകൃതി തന്നെ നമുക്ക് എന്ത് തരും, ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. മോനെ ചായ കുടിക്ക്, മറ്റേത് കള്ളുകുടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു വായനശാല, ഒരു എന്തൊക്കെ ഒന്ന് വായിക്കണമെങ്കിൽ വളരെ അപൂർവമായിട്ട് നമുക്ക് തരുന്നു. അപ്പൊ മോശം കാര്യങ്ങൾ വേഗം സംഭവിക്കും. അപ്പൊ മോശമായ വികാരങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് റോണ്ടാബോയൻ നമ്മളോട് പറയുന്നു, അത് നിങ്ങൾക്ക് പ്രകൃതി തരുന്ന ഒരു സൂചനയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റാൻ സമയമായിരിക്കുന്നു, നിങ്ങൾ നല്ല ചിന്തകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെയൊക്കെ നമുക്കൊരു തരാറില്ലേ? നമുക്ക് ചില അവസരങ്ങളൊക്കെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. ആരോടെങ്കിലും ചീത്ത പറഞ്ഞ്, ഓഫീസിലായാലും വീട്ടിലായാലും വൈകുന്നേരമൊക്കെ വന്നിരിക്കുമ്പോൾ ആരോടെങ്കിലും ചീത്ത പറഞ്ഞ് നമ്മുടെ മൂഡ് മോശമായിട്ടാണെങ്കിൽ അത് പിന്നീട് എന്തൊക്കെയോ അടിക്കടി മോശം വികാരങ്ങൾ നമ്മളിലേക്ക് അന്നേരമായിരിക്കും ചിലപ്പോൾ പോകുന്ന, ഒരു ചായയും കൂടി കുടിച്ചിട്ട് വരാം, പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടിച്ചിട്ട് വരാം എന്നുള്ള ഫീലിങ്ങുകളൊക്കെ ഈ ദുഷിച്ച ചിന്തയുടെ ഫലമാണ് എന്ന് പറയുന്നു. അതിന്റെ ഫലമായിട്ടുള്ള വികാരങ്ങളാണിത് എന്ന് പറയുന്നു. അപ്പൊ അത് നമ്മള് പിന്നെ ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവര് അതൊരു മുന്നറിയിപ്പായിട്ട്, അതൊരു സൂചനയായിട്ട് കാണണം എന്ന് റോണ്ടാബോയൻ പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ വികാരത്തിൽ നിന്നും നല്ല ചിന്തകളിലേക്ക് പോവുകയാണെങ്കിൽ പ്രകൃതിയും നമ്മളും, അതായത് പിന്നീട് പ്രകൃതി നമുക്ക് നല്ല വികാരങ്ങളാണ് നമുക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി എന്നർത്ഥം. അതായത് മോശം ചിന്തകളിൽ നിന്ന് മാറി എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മളുടെ ദിവസങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, ചിലപ്പോ ഇങ്ങനെ മോശം വികാരങ്ങളിലൂടെ പോകുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഒരു സത്യസന്ധമായ പിന്നെ സംഭവമാണ്. നമ്മുടെ ബ്രെയിനിന്റെ പിന്നെ ഹോർമോണുകളും അതൊക്കെ ഇതാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഒരു മോശം വികാരങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നല്ലതിലേക്ക് പോകാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മള് ഈ ഒരു പുസ്തകം പറയുന്നു, പ്രകൃതി തരുന്ന ഒരു സൂചനയാണത്. പിന്നെ നിന്റെ ചിന്തകൾ മാറ്റാൻ സമയമായിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളുടെ ചിന്തകളുടെ അധിപൻ ഞാനായ സ്ഥിതിക്ക്, അല്ല നമ്മൾ തന്നെയാണ് നമ്മളുടെ ചിന്തയുടെ അധിപനായ സ്ഥിതിക്ക് റോണ്ടാബോയൻ പറയുന്നു, നിങ്ങൾ ഇത് ചെയ്യണം. തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യം നമുക്ക് ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമുക്കൊരു കൺട്രോളിങ് കിട്ടും. നമുക്കിപ്പോ മോശം ഇതിലേക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ആദ്യകാലങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ബോധപൂർവം നമ്മളെ ചിന്തകളെ നമ്മൾ മാറ്റുകയാണെങ്കിൽ ക്രമേണ നമുക്ക് എന്തുണ്ടാകും, നമുക്കതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും. പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല, ഇന്നലെ അത് ചെയ്തിട്ട് നടന്നിട്ടൊന്നുമില്ലല്ലോ, ഇന്നും നടക്കൂല എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ മോശം ചിന്തകളിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുമോ എന്നുള്ളത് ഒരു ബ്രീത്തിങ് എക്സസൈസും അതും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് റോണ്ടാബോയൻ പറയുന്നു. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം എന്ന് പിന്നെ ഈ ഒരു പുസ്തകത്തിന്റെ ഒരു ഗുണം അതാണ്. ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ, മോശം ചിന്തകളും മോശം വികാരങ്ങളൊക്കെ വരുമ്പോൾ ബോധപൂർവം അതിനെ മാറ്റാൻ വേണ്ടി ചെയ്യണം. കാരണം നമ്മളെ മനസ്സാണ് പവർഫുൾ. അത് മനസ്സ് ശക്തമാണെങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഫലപ്രദമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് പറയുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ സുനിൽ സാർ? എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. ഇല്ല സാറേ, പറഞ്ഞ കറക്റ്റാ. ഓക്കെ. അപ്പൊ അതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നീട് സാറ് പറയാനുള്ള ഒരു രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ, തിന്മയ്ക്ക് ഭയങ്കര ധാരാളിത്തം ഉണ്ട്, പക്ഷെ നന്മ വളരെ വിരളമാണ്. നേരത്തെ ലൈബ്രറിയുടെ കേസ് പറഞ്ഞു. അതെ. താങ്ക് യു സാർ. പിന്നീട് ഈ പുസ്തകത്തിന്റെ അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം റോണ്ടാബോയൻ പറയുന്ന വളരെ മനോഹരമായ കാര്യം, സ്നേഹം ഏറ്റവും മഹത്തായ വികാരമാണ് എന്ന് പറയുന്നു. കാരണം നമ്മളിലേക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മളുടെ പിന്നെ മക്കളോട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പ്രകൃതിയോട് അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ, ചിലപ്പോൾ മെഡിറ്റേഷനിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കാം. പിന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങളോട്, അതിനോടൊക്കെ നമുക്ക് ചെയ്യും. അതാണ്
ഏറ്റവും നമ്മുടെ ഫ്രീക്വൻസി, മനസ്സിന്റെ ഫ്രീക്വൻസി ഹൈ ലെവലിലേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു മഹത്തായ വികാരം നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എന്ന് പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ലോകത്തെ തന്നെ നമുക്ക് ആരോട് ഇപ്പം പല ഇപ്പൊ ഏത് മതത്തിലായാലും പിന്നെ നമ്മള് വലിയ വലിയ ഗുരുക്കന്മാരെയൊക്കെ കാണുമ്പോൾ അവരിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അവര് ബാക്കിൽ എന്താണോ ഒന്നും അറിയത്തില്ലെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരോടും നല്ല സ്നേഹം, അത് തന്നെയാണ് അവരുടെ ഫ്രീക്വൻസി, മനസ്സിന്റെ ഫ്രീക്വൻസി ഹൈ ലെവലിൽ എത്താനുള്ള ഇത് എന്ന് പറയുന്നത് ഒരു റീസൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പുസ്തകം ഈ രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ റോണ്ടാബൈൻ പറയുന്നത് ഏറ്റവും മഹത്തായ വികാരം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നു. അത് നമ്മളുടെ മനസ്സിലേക്ക് പിന്നെ അൺകണ്ടീഷണൽ ലവ് ഒക്കെ നമ്മൾ നിറക്കുകയാണെങ്കിൽ, സ്നേഹം നമ്മൾ നന്നായിട്ട് എല്ലാറ്റിനോടും പിന്നെ നമ്മളൊരു സ്നേഹത്തോടെയാണ് നമ്മൾ സംസാരിക്കുന്നത്, പറയുന്നത് എങ്കിൽ അത് നമ്മളിലേക്ക് എന്തുണ്ടാകും? തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിന്റെ ഫ്രീക്വൻസി നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായും എന്ത് ചെയ്യാം? അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാവരെയും സ്നേഹിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം എന്ന് ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തിൽ റോണ്ടാബൈൻ പറഞ്ഞു വെക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററും കൂടി അവസാനിക്കുമ്പോൾ പറയുന്നത്. നമ്മുടെ ഇതിനെപ്പറ്റി പറഞ്ഞു, നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ ദുഷിച്ച രണ്ടാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ചിന്തകൾ മോശമാണെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ മോശമാകും. നമ്മളുടെ നല്ല വികാരങ്ങളാണ് നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രകൃതി തരുന്ന ഒരു സൂചനയാണ്. പിന്നെ നിങ്ങൾ നല്ല ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. നിങ്ങൾ മോശം ചിന്തയുടെ കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മോശം വികാരങ്ങൾ നിങ്ങളിൽ ഉള്ളതാണെങ്കിൽ അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ മോശം ചിന്തകളെ മാറ്റിയിട്ട് നല്ല ചിന്തകൾ, ഇതൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ബോധപൂർവം നമ്മൾ ഈ ചിന്തകളെ മാറ്റാൻ വേണ്ടി റോണ്ടാബൈൻ നമ്മൾ പറയുന്നു. പിന്നീട് പറയുന്നത് രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ള ഇതാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഘട്ടം ഫസ്റ്റിൽ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ പിന്നെ ഫലപ്രദമായിട്ട് നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണ് വേണ്ടത് അതിനാദ്യം നമുക്ക് എന്തുണ്ടാകണം? നമുക്കൊരു മനസ്സിൽ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലെ? പലപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിൽ ഉണ്ടാകും നമുക്ക് ഇതാണോ വേണ്ടത് അതാണോ വേണ്ടത് എന്നുള്ള പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതില് പിന്നെ റോണ്ടാബൈൻ നമ്മളോട് പറയുന്നത് ആദ്യം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചെയ്യുക. പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ എനിക്ക് വലിയ പണക്കാരനാകണം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആഗ്രഹം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും, നമ്മളെ മനസ്സന്നെ നമ്മളോട് പറയും പണക്കാരൊക്കെ കള്ളന്മാരാന്ന് പറയും. അപ്പൊ ആദ്യം ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ വിചാരിച്ചെന്താണ്? പ്രപഞ്ചത്തോട് പറഞ്ഞത് എനക്ക് വലിയ പണക്കാരനാകണം, അങ്ങനെ പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. ഒരു 10 മിനിറ്റേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, നാട്ടിലുള്ള എല്ലാ പണക്കാരെ പറ്റിയും എന്റെ മനസ്സ് തന്നെ എന്നോട് പറയും ഓനെങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ നമുക്കറിയാം, മഹാകള്ളനാണ്, അങ്ങനെ കള്ളത്തരും ആളെ പിന്നെ ഇതാക്കിയിട്ടൊക്കെയാണോ പൈസ ആക്കിയെന്ന് പറയുമ്പോ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ പ്രപഞ്ചത്തിന് തന്നെ നമ്മൾ എന്താണോ ദൈർഘ്യം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ പിന്നീട് കൊടുക്കുന്നത്. പണക്കാരൊക്കെ കള്ളന്മാരാണ്, അവരെ വിശ്വസിച്ചാൽ കൊള്ളൂല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോ ഇതിന് തന്നെ എന്തുണ്ടാകാം? ഒരു കൺഫ്യൂഷൻസ് സംഭവിക്കും. അപ്പൊ നമ്മൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതിൽ നമുക്ക് എന്തുണ്ടാവണം? ക്ലാരിറ്റി ഉണ്ടാകണം എന്ന് റോണ്ടാബൈൻ പറയുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ആവശ്യപ്പെടുമ്പോൾ ഒരു സംശയത്തോടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എങ്കിൽ പലപ്പോഴും സംഭവിക്കാത്തതും ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ കളവാണ്, തെറ്റാണ് എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ റീസൺ നമ്മൾ പലപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് ആവശ്യപ്പെടാൻ നമുക്കറിയില്ല എന്നുള്ളതാണ്. നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് പിന്നെ ഈ മസാല ദോശ വേണോ പൊറോട്ട വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ 2-3 പ്രാവശ്യം മാറ്റുന്നത് പോലെയൊക്കെ മാറ്റുമ്പോൾ പ്രപഞ്ചത്തിനും എന്തുണ്ടാകാം? നമ്മളിൽ മേൽ ഒരു സംശയം ഉണ്ടാകാം എന്ന് പറയുന്നു. അപ്പോ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഫലപ്രദമാകണമെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കണം എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടാകുമ്പോൾ അത് നമുക്ക് കിട്ടിയതായിട്ട് അല്ലെ കിട്ടുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിന് വിഷൻ ബോർഡ് പോലുള്ള പലതും നമ്മളത് വിശ്വസിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ്. അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഹോട്ടലിൽ നമ്മൾ പിന്നെ മസാല ദോശക്ക് ഓർഡർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല മസാല ദോശ തന്നെയാണോ കൊണ്ടുതരുവോ അല്ലെ വേറെ എന്തെങ്കിലും മാറ്റി കൊണ്ടുവരുമോ എന്നുള്ള ഒരു സംശയം നമ്മളിലേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. അതായത് നമ്മൾ എന്താണോ പ്രപഞ്ചത്തിന് നമ്മൾ ആവശ്യപ്പെട്ടത് അത് നമ്മളുടെ ജീവിതത്തിൽ നടക്കും
എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പലപ്പോഴും നമുക്ക് തന്നെ പലരും ഇതൊക്കെ കളവാണ്, തെറ്റാണെന്ന് പറയുന്നതിന്റെ ഒരു റീസൺ അവര് പലപ്പോഴും ഇതിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കെന്ത് വേണം, ഒന്ന് ഫലപ്രദമായിട്ട് നടക്കണമെങ്കിൽ ആകർഷണ നിയമമായാലും എന്തായാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സിദ്ധാന്തത്തെ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുന്നു. അതിനെ നമ്മൾ വിശ്വസിക്കുക, അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അതിന് നമുക്ക് നമ്മൾ വിഷൻ ബോർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ തന്നെ ഒരു എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്. ഒരു നല്ലൊരു വീടാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് പ്രപഞ്ചത്തോട് ഒരു ആവശ്യം ഉന്നയിച്ചു. അതിനുശേഷം അവർക്ക് വേണ്ട വീടിന്റെ ചിത്രങ്ങളും അതൊക്കെ വെച്ച് ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് അവര് വീട് വെക്കുന്നത്. വീട് വെച്ച് മകൻ ചോദിച്ചത് എങ്ങനെയാണ് ആ ബോക്സിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ വീടിനെ പറ്റിയുള്ള സ്വപ്നമാണ് എന്ന് പറഞ്ഞ് 5 വർഷം മുമ്പുള്ള ആ വിഷൻ ബോർഡ് കാണിച്ചപ്പോ അതില് എന്താണോ ഉള്ളത് അതേപോലെയാണ് ഇപ്പം വീടും വെച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ വിശ്വസിക്കണം എന്ന് റോണ്ട പൈൻ നമ്മളോട് പറയുന്നു. മൂന്നാമതായിട്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി നമ്മളിലേക്ക് ഉണ്ടാകണം എന്ന് പറയുന്നു. കാരണം നമ്മള് മാനസികമായിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെച്ചുവേർഡ് ആകണം. അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ്, ഞാൻ പ്രാപ്തനാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻകം, ഞാനൊരു കോടീശ്വരനാകാൻ അതിനൊക്കെ ഞാൻ പ്രാപ്തനാണ്. അത് സ്വീകരിക്കാനുള്ള മാനസികമായിട്ടുള്ള ഒരു ഇത് എന്നിൽ ഉണ്ടാകണം എന്നും കൂടി പറയുന്നു. അപ്പൊ 3 ഘട്ടം കൂടിയാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് പോകേണ്ടത്, ഹൗ ടു യൂസ് ദി സീക്രട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രപഞ്ചത്തോട് ആവശ്യപ്പെടണം, പിന്നീട് അതിനെ വിശ്വസിക്കണം, പിന്നെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണമെന്ന് റോണ്ട പൈൻ പറയുന്നു. 3-ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും റോണ്ട പൈൻ സംസാരിക്കുന്നത് ഇതാണ്, എങ്ങനെയാണ് ഈ ഇതൊരു പ്രോസസ്സ് നടക്കുന്നെന്നുള്ളത്. പിന്നെ രഹസ്യവും നിങ്ങളുടെ ശരീരവും എന്നുള്ള ഒരു ഇതിലാണ് സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഹെൽത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് പിന്നീടുള്ള ചാപ്റ്ററുകളിലും വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏത് നിലയിൽ എത്തണം എന്നുള്ളതൊക്കെ നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ആയി, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജിം പേഴ്സണാലിറ്റി ആവണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടണം. പിന്നീട് ചിലപ്പോൾ നമുക്കൊരു വിഷൻ ബോർഡൊക്കെ നല്ല സൽമാൻ ഖാന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് എന്താണോ വേണ്ടത് അതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എനിക്ക് അങ്ങനെയൊക്കെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അതിന് നിരന്തരമായി അതിന്റെ ആക്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിമ്മിന് നിരന്തരമായി പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളുടെ ബോഡിയും അല്ലെങ്കിൽ എല്ലാറ്റിലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു. ഈ 3 ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിൽ ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക, ഈ 3 ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ആകർഷണ നിയമം നമ്മളിലേക്ക് ഇത് ആകും എന്ന് പറയുന്നു. ഇത് എത്ര കാലം എടുക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊരു വ്യക്തമായ മറുപടി പറയാൻ പറ്റില്ല. ഈ ആകർഷണ നിയമം നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ടാൽ ഇത് എത്ര കാലം എപ്പോഴാണ് ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പറയുന്നു. അത് ചിലപ്പോൾ റോണ്ട പൈൻ ഇതിൽ പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു 5 വർഷം. അതൊരു കൃത്യമായ കാലം, ഇത്ര കാലത്തിനിടക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നില്ല. ഇതിൽ പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സമയം എന്നതില്ല, വലിപ്പം എന്നതും ഇല്ല. ഒരു രൂപ പ്രത്യക്ഷമാകുന്നത് പോലെ തന്നെ എളുപ്പമാണ് ഒരു രൂപ കോടികൾ പ്രത്യക്ഷപ്പെടുന്നതും ഒരു രൂപ പ്രത്യക്ഷപ്പെടുന്നതും പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ഒരുപോലെയാണ്. അതിന് പ്രപഞ്ചത്തിന് പ്രത്യേകം സമയമോ വലിപ്പമോ ഒന്നും ഇല്ല എന്നാണ് റോണ്ട പൈൻ ഇതിൽ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് നിങ്ങളുടെ ദിവസം നിങ്ങൾക്ക് മുൻകൂട്ടി സൃഷ്ടിക്കാൻ പറ്റും എന്ന് പറയുന്നു. അതായത് നമുക്കറിയാം, രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസമാണ്, എനിക്ക് അനുയോജ്യരായ വ്യക്തികൾ, അവസരങ്ങൾ, സാഹചര്യം, സമ്പത്ത്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊണ്ടാണ് നമ്മൾ ഒരു ദിവസം, നമ്മൾ പറയാറുണ്ട് നമ്മൾ വളർന്നെഴുന്നേറ്റിട്ട് 1 മണിക്കൂറും ഉറങ്ങാൻ പോകുന്നതിന്റെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയമാണെന്ന് പറയാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ നല്ല നല്ല അഫർമേഷൻസ് ഒക്കെ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ മൊബൈൽ, സോഷ്യൽ മീഡിയയും അതൊക്കെ നോക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നല്ല നല്ല അഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ
സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് തന്നെ നമ്മളുടെ നല്ല ദിവസങ്ങളെ സൃഷ്ടിക്കാൻ, മുൻകൂട്ടി സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നു. ഇതും ഞാൻ പറയുന്നു, ഇന്ന് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇന്ന് പെട്ടെന്ന് സംഭവിക്കാത്തത് എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പാടില്ല. നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ദിവസങ്ങളെയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് നമ്മളെ മുൻകൂട്ടി സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും എന്ന് റോണ്ടാബൈൻ പറയുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും മതി. 3rd ചാപ്റ്റർ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്തതിൽ, കാരണം ഇതിലെ ഓരോ ചാപ്റ്ററുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കിത് നിർത്തി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ബുക്കാണ് സീക്രട്ട് എന്നുള്ളത്. കാരണം ഇനി വരുന്ന ചാപ്റ്ററുകളും വളരെ മനോഹരമായ ചാപ്റ്ററുകളാണ്. കാരണം പണത്തെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഞാൻ ഓടിച്ചു പോയാൽ ഒരു സാധാരണ ഒരു പുസ്തക റിവ്യൂ പോലെ ഒരു ദിവസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാല് പിന്നെ അനക്കും നഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എന്ത് ചെയ്യില്ല, ഈച്ച് ആൻഡ് എവരിത്തിങ്ങിലേക്ക് ഇറങ്ങി പോവില്ല, നിങ്ങൾക്കും അത് നഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത്രയും 3 ചാപ്റ്ററോട് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയുണ്ട് ഈ പുസ്തകം? എങ്ങനെ ഫീൽ ചെയ്തു? ഒരു 3 ചാപ്റ്റർ കേട്ടപ്പോ എന്ത് ഫീൽ ചെയ്തു? വായിക്കണമെന്ന് തോന്നിയോ? പിന്നെ അല്ല എങ്കിൽ ഒരു സാധാരണ പുസ്തകത്തെ പോലെ തോന്നിയോ? പറഞ്ഞോട്ടെ സാറേ? പറയൂ. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ തീർച്ചയായിട്ടും. അതാണ് ചന്ദ്രകല മാം ഞാനിത് സ്റ്റോപ്പ് ആക്കിയിട്ട് പറയുന്നത്. കാരണം ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് കംപ്ലീറ്റ് അങ്ങ് ഒരു ബുക്ക് റിവ്യൂ പോലെ തീർക്കാം 1 മണിക്കൂറിനുള്ളിൽ എന്നാണ്. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഞാനും ഇത് കറക്റ്റ് ആയിട്ട് നോക്കണമെങ്കിൽ അനക്കും ഇങ്ങനെ സ്റ്റെപ്പായി പോയാലേ ഞാനും ഇതിന്റെ ഉള്ളിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ കരുതി 2 പാർട്ടാക്കിയാലും പ്രശ്നമില്ല. ഞാനും ഇത് ഡീപ്പായിട്ട് പോകണമെങ്കിൽ, കാരണം ഇത് നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മളൊരു ബുക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ തൊടൂല. അത് തീർത്തല്ലോ ഒന്ന് വിചിച്ചിട്ട് നമ്മൾ ആ പുസ്തകത്തെ അങ്ങപ്പെടും. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിരന്തരമായിട്ട് ഇനി അടുത്തതിലും റിവ്യൂ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് അടുത്ത ഭാഗങ്ങളും നന്നായിട്ട് ഡീപ്പായിട്ട് പോകേണ്ടതുണ്ട് ഈ പുസ്തകം എന്നുള്ളത് കൊണ്ടാണ് ഈ 3 ചാപ്റ്ററിൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഇനി വേറെ ആർക്കെങ്കിലും